ഇവർക്ക് എന്താണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് അറിയോ? അത് നമ്മളെ മായിനാജിന് പറഞ്ഞുതരാം. യഥാർത്ഥ കാരണം അത് അല്ലാതെ ഇവിടെ സമസ്തനെ നന്നാക്കലോ അത് സുന്നത്യമായത്തിന് നന്നാക്കലോ അതൊന്നുമല്ല പ്രശ്നം. അതൊന്നുമല്ല പ്രശ്നം. മായിനാജി പറയുന്നുണ്ട്. അതുകൂടാതെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് SKSSFന്റെ ഒരു ശംസുൽ സെമിനാർ നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വന്നപ്പോൾ അതിൽ കുറേ ആളുകളുണ്ട്. ഉമർ ഫൈസി, ഹമീദ് ഫൈസി, സത്താർ പന്തലൂർ, OP അഷ്റഫ് തുടങ്ങിയ കുറേ ആളുകളുടെ പേര് അതിലുണ്ട്. സമസ്തയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് തൻ്റെ നാക്കും ശരീരവും എല്ലാം ചെലവാക്കുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, നാസർ ഫൈസി കൂടത്തായി, ഇവിടെ ഉദ്ഘാടനം ചെയ്ത പുത്തനഴി, കല്ലായി അബൂദ്റഹിമാൻ, വിനീതനായ ഞാൻ ഉൾപ്പെടെ ആരും അതിലില്ല. മായിനാജിനെ ആദർശ സമ്മേളനത്തിന് പ്രസംഗിക്കാൻ വിളിക്കുക. ഈ പരിപാടി ആദർശം സംരക്ഷിച്ച് അന്ന് വീട്ടിലെത്തിയപ്പോ മൂപ്പര കോലം നമ്മൾ കണ്ടതല്ലേ. ഈ ആദ്യ ആളുകളെ ആദർശ സമ്മേളനം അപ്പൊ ഇവരെ പ്രസാദാണ്. ഈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഷംസുൽ ഉലമയുടെ പേരിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. ഷെയ്ഖുനാന്റെ ജീവിതം പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി. അതിൽ ഒരുപാട് പാഠങ്ങളുണ്ടല്ലോ. വലിയൊരു പുസ്തകം തന്നെയാണ്, ഒരു വിഷയം തന്നെയാണ് ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ ജീവിതം എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഒരു സിംബോസിയം, ഒരു സെമിനാർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വെച്ചു. ആ പരിപാടിയിലേക്ക് ഓണംപള്ളി ഫൈസി, സമദ് പൂക്കോട്ടൂര്, പുത്തനായി ഫൈസി, ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ അവരാ പരിപാടിക്ക് ക്ഷണിച്ചില്ല. ഒരു ജില്ലാ കമ്മിറ്റി ഒരു പരിപാടി വെക്കുമ്പോ അതിലേക്ക് ആരെ ക്ഷണിക്കണം ആരെ ക്ഷണിക്കണ്ട എന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കൂലേ? മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു പരിപാടി വെക്കുമ്പോ അവരാ തീരുമാനിക്കുക. പഞ്ചായത്ത് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ അവരാണ് ആരെ പ്രസംഗിപ്പിക്കണം എന്ന് തീരുമാനിക്കുക. എല്ലാ പരിപാടിയിലും എല്ലാരും പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമാണോ? മാത്രല്ല പിന്നെ പ്രഭാഷണത്തിന് എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കാൻ പ്രസംഗിക്കുന്നിടത്ത് നിന്ന് പോലും പ്രവർത്തകർ എഴുന്നേറ്റ് പോവുക പോലും ചെയ്യുന്നത് എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിച്ച് സ്വയം തിരുത്താൻ തയ്യാറാവാതെ അതിന്റെ പേരിൽ അസ്വസ്ഥപ്പെട്ട് അങ്ങോട്ടോടി ഇവിടെ കൂടി അവിടെ അത് രൂപീകരിച്ച് ഇവിടെ ഇത് രൂപീകരിച്ച് ഇതുകൊണ്ട് എന്ത് കാര്യമുള്ള അവസരം കൂടി നഷ്ടപ്പെടുക എന്നല്ലാതെ അത് ഇവരുടെ പ്രശ്നം അതാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം, നമ്മുടെ നാട്ടിൽ പല മഹല്ലത്തുകളിലും ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. പല നാടിലുണ്ടാവും ചൊറിഞ്ഞ കാക്കാരുണ്ടാവും, ഒന്നോ രണ്ടോ റിട്ടയർഡ് ആയ കാക്കാര്, പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന ആൾക്കാർ, നല്ല നല്ല മുത്തക്കങ്ങളായ മനുഷ്യന്മാർ ആ നാട്ടിൽ കുറെ ഉണ്ടാവും. അവരെല്ലാം ഞാൻ ഈ പറയണത്. ഒന്ന് രണ്ട് ചൊറിഞ്ഞ ആൾക്കാരുണ്ടാവും. ഇവർക്ക് എന്താ ഒരു പണി ഉണ്ടാവില്ല. ഇവർക്ക് വീട്ടിൽ ഭാര്യനെ വരെ ഇവർക്ക് പേടിയായിരിക്കും. ഇവർക്ക് പിന്നെ ആ കാര്യമായിട്ടുള്ള പണി എന്താ? പള്ളിയിൽ വന്നിരിക്കുക, ഉസ്താദിനെ കുറ്റം കുറവെന്ന് പറഞ്ഞിറക്കുക, ഉസ്താദിന്റെ കുറ്റം കുറവെന്ന് നോക്കുക, ഉസ്താദ് അവിടെ നോക്കി, ദർസുള്ള പള്ളിയാണെങ്കിൽ കുട്ടി അവിടെ നോക്കി, ഇവിടെ ചാടി അവിടെ തിരിഞ്ഞ് ഇവിടെ നോക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറയും വലി ഉണ്ടാക്കി കിടക്കണ കാക്കാർ ഒന്നോ രണ്ടെണ്ണോ എല്ലാ മഹല്ലത്തുകളിലും ഉണ്ടാവാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? അത് ഒരു ഈ റിട്ടയർമെന്റിന് ശേഷം, പെൻഷൻ പറ്റിന്റെ ശേഷം ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളാ. അതൊരു തരം രോഗമാണ്. ആ രോഗം പിടിപെട്ട ചില ആളുകളാണ് ഇത്തരം കുത്തിത്തിരിപ്പുകൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ രോഗം. അതാണ് മായിനാജിയ പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്.